ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് അനന്തപുരി. ഈ ഭക്തിസാന്ദ്രമായ വേളയിൽ അനന്തപുരിയിലേക്ക് എത്തുന്ന ഓരോ ഭക്തനും സന്ദർശിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ക്ഷേത്രങ്ങളാണ് പരിചയപ്പെടുത്തിത്തേക്കുന്നത്. ഈ യാത്ര നമുക്ക് പത്മനാഭന്റെ മണ്ണായതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കേരള ദ്രാവിഡ ശൈലികളുടെ സംഗമമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി. ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. 108 ദിവ്യദേശങ്ങൾ എന്നാണ് ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത്. തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങളിൽ 108 വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതത്. 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം തന്നെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു എന്നും ചരിത്രമുണ്ട്. ഈ നടപടി തൃപ്പടിദാനം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. അനന്തരമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പത്മനാഭസ്വാമിക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രം. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഇത്. വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പത്മനാഭസ്വാമിയെയും പഴവങ്ങാടി ഗണപതിയെയും കണ്ടാൽ കോട്ടയ്ക്കുള്ളിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടി പറഞ്ഞു പോകാം. മിത്താനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രമാണ് അതിലൊന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അടുത്തത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. അനന്തൻകാട് നാഗരാജ ക്ഷേത്രമാണ് അടുത്തത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ഏറെ ബന്ധമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കോട്ടയ്ക്കുള്ളിൽ വരുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ കൂടി നമുക്ക് കണ്ടുപോകാവുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് വടക്കേ കോട്ടയ്ക്ക് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ് അടുത്തത്. 700 വർഷത്തിലധികം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. തിരുവനന്തപുരത്തെ അതിപുരാതനവും ചരിത്രപ്രധാനവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഏകദേശം 700 വർഷത്തിലധികമാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം എന്നാണ് പറയപ്പെടുന്നത്. പാർവതി ദേവിയെ കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ഗൗരി ശങ്കര സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ ശിവനും വിഷ്ണുവിനും ഒരുപോലെ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത്. അയ്യ വൈകുണ്ഠസ്വാമിക്ക് ഹനുമാൻ സ്വാമി ദർശനം നൽകിയിട്ടുള്ള ക്ഷേത്രം. കേരളത്തിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്ന്. അതാണ് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയുടെ നഗരഹൃദയത്തിൽ പുതിയ നിയമസഭാ മന്ദിരത്തിന് വടക്കു വശത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. OTC എന്നാൽ ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് അർത്ഥം. ആദ്യകാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെന്റിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ ഇന്ന് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഹനുമാൻ സ്വാമിക്കൊപ്പം തന്നെ പരമശിവനും ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. 5 അടിയോളം ഉയരമുള്ള ആയുധങ്ങളില്ലാത്ത തല അല്പം ചെരിച്ചുകൊണ്ട് പല്ലുകൾ പുറത്തുകാട്ടി ചിരിച്ച് ഒരു കൈകൊണ്ട് അനുഗ്രഹവും ചൊരിഞ്ഞ് മറുകൈ തുടയിലൂന്നിയും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അയ്യ വൈകുണ്ഠസ്വാമിക്ക് ദർശനം ലഭിച്ച രൂപമെന്നാണ് വിശ്വാസം. ബാലഹനുമാന് ഭക്തർക്ക് നേരിട്ട് കുങ്കുമവും വെറ്റിലമാലയും ചാർത്താവുന്നതിനും നാമലിഖിതം സമർപ്പിക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട്. തിരുവനന്തപുരത്തെ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. ആദിപരാശക്തി കാളി രൂപമായ ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരി ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ കരിക്കകത്തമ്മ എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത്. ദേവിയെ ഇവിടെ 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ആരാധിച്ചു വരുന്നത്. ശ്രീ ചാമുണ്ടി എന്ന ശാന്തി സ്വരൂപിണിയായ പ്രധാന പ്രതിഷ്ഠ. രക്തചാമുണ്ടി സത്യവും നീതിയും നടപ്പിലാക്കുന്ന ഉഗ്രരൂപിണിയായ ഭാവമാണ്. ബാലചാമുണ്ടി കുട്ടികൾക്കും കുടുംബൈശ്വര്യത്തിനുമായി വണങ്ങുന്ന ഭാവവും.
ആറ്റുകാൽ അമ്മയോടും ആറ്റുകാൽ പൊങ്കാലയോടും ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് മണക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ആറ്റുകാൽ അമ്മയുടെ സഹോദരനായാണ് മണക്കാട് ശാസ്താവിനെ ഭക്തർ സങ്കല്പിക്കുന്നത്. ആറ്റുകാൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ദേവി തന്റെ മണക്കാട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത് വിശേഷ ചടങ്ങായിട്ടാണ് കണ്ടുവരുന്നത്. രാജഭരണ കാലത്ത് തന്നെ രാജാക്കന്മാർ ഇവിടെ ദർശനം നടത്തിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചിറവിള ഭഗവതി ക്ഷേത്രമാണ് ഇത്. ശാന്തസ്വരൂപിണിയായി കുടികൊള്ളുന്ന ചതുർബാഹുവായ ഭഗവതി ആറ്റുകാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഒപ്പം തന്നെ ശ്രീഭദ്രയെയും ശ്രീ ദുർഗയെയും വടക്ക് ദർശനമായി ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് കൂടി പ്രത്യേകതയാണ്. ആറ്റുകാലിലേക്ക് എത്തുന്ന ഭക്തർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മറ്റൊരു ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം. കേരളത്തിലെ മുടിപ്പുരകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും വലിയ തിരുമുടിയുള്ളതുമായ ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം. ശുദ്ധജല തടാകമായ വെള്ളായണി കായലിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദാരികവധത്തിന് ശേഷമുള്ള ഭദ്രകാളിയുടെ ഭാവത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കാളിയൂട്ട് മഹോത്സവമാണ്. ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ 2026 ഈ കാളിയൂട്ട് നടക്കുന്ന വേളയിൽ വെള്ളായണി അമ്മയെ കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇനി നമുക്ക് അനന്തപുരിയുടെ ഗുരുവായൂർ ക്ഷേത്രം പരിചയപ്പെടാം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരിടമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 2 കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പരമ്പരാഗത കേരളീയ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ഗോപുരത്തിൽ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്ന ഒരു ശില്പവും നമുക്കിവിടെ കാണാൻ സാധിക്കും. 5000 വർഷത്തിലധികം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രമാണ് അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠ. ശിവലിംഗത്തിന് സമീപമുള്ള 80 അടി ഉയരത്തിലുള്ള വൈകുണ്ഠം എന്ന പേരിൽ വൈഷ്ണവ പ്രധാനമായ മറ്റൊരു നിർമ്മിതിയും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇരു നിർമ്മിതികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ 64 അടി നീളമുള്ള ഒരു വിഗ്രഹവും ചെങ്കലിന്റെ പ്രത്യേകത തന്നെയാണ്. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠയും ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണറും 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകളും ഇവിടെ നമുക്ക് കാണാനുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവരൂപമായ ഗംഗാധരേശ്വര വിഗ്രഹമുള്ള ആഴിമല ശിവക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന് നമ്മളോട് പറയാനുള്ളത്. എനിക്ക് പിന്നിൽ നിങ്ങൾ കാണുന്ന ഈ 58 അടി ഉയരമുള്ള ശിവരൂപവും ഇതിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗുഹാശില്പങ്ങളുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകൾ. ഭക്തിയും കലയും പ്രകൃതിയും ഇവിടെ ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. പുരാതനമായ ഈ ക്ഷേത്രം കടലിനും മലയ്ക്കും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ എത്തിയതായും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ നഗരഭാഗത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.